നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ചില മത്സരാർത്ഥികൾ മാറപ്പെടും. അത് CPM-ൻ്റെ ആണെങ്കിലും ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിലും. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് വേദിയാകാൻ പോകുന്നു. അതിനാദ്യമായി വരുന്ന കൊല്ലത്താണ്. കൊല്ലത്ത് മുകേഷിന് പകരം എത്താൻ പോകുന്നത് ചിന്താ ജെറോമായിരിക്കും. അപ്പോൾ ചിന്താ ജെറോമിനെ മത്സരിപ്പിക്കുമ്പോൾ ആ ചിന്താ ജെറോമിന് അഗെൻസ്റ്റായിട്ട് മത്സരിക്കാൻ UDF-ൽ നിന്ന് ബിന്ദു കൃഷ്ണയാണ് നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ കൂടിയും കൊല്ലം സീറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് RSP രംഗത്തെത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ബിന്ദു കൃഷ്ണയുടെ സാധ്യത ഇല്ലാതാകുന്നു. അങ്ങനെ ആകുമ്പോൾ ആദ്യം തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്ന ആദ്യകാലത്തിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ അത് മുളയിലേ നമ്മൾ നുള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ബിന്ദുകൃഷ്ണയുടെ നിയമസഭാ മോഹം ഇവിടെ അവസാനിക്കുകയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ചിന്താ ജെറോം എത്തുമ്പോൾ മുകേഷിൻ്റെ സാധ്യതകൾ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ തുടർച്ചയായിട്ട് 2 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് നടൻ മുകേഷ്. നിയമസഭയിലെത്തുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെടുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് മുകേഷ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ മുകേഷിൻ്റെ പ്രവർത്തനങ്ങളോട് കൊല്ലത്തുകാർക്കും ചിലപ്പോൾ ഇടതുമുന്നണിയിൽ തന്നെയും അത്ര വലിയ താല്പര്യവും സാഹചര്യത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു MLA എന്നുള്ള പദവിയൊക്കെ നേടിയെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷിന് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ കൊല്ലത്തേക്ക് ചിന്താ ജെറോമിനെ പരിഗണിക്കാൻ പോകുന്നത്. പക്ഷേ ചിന്താ ജെറോമിൻ്റെ വാഴക്കുല പ്രബന്ധം ഉണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. ആ വാഴക്കുല പ്രബന്ധം എന്ന് പറയപ്പെടുന്ന വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. മാത്രമല്ല ചിന്ത വാ തുറന്നാൽ എപ്പോഴും ബ്ലണ്ടറുകൾ മാത്രം പറയുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ചിന്തയ്ക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതും, ഈ വായ അടച്ചു വെച്ചാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്നുള്ളൊരു തരത്തിലേക്കുള്ളൊരു നേതാവാണ് ചിന്താ ജെറോം. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാതെ പറയുന്ന ഒരാൾ എന്ന ഒരു രീതിയിലുള്ള വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം അവിടെ വിജയിക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ പല സ്വാധീനങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വാഴക്കുല പ്രബന്ധങ്ങളൊക്കെ വിവാദം ആയിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും ചിലപ്പോൾ ചിന്തയ്ക്ക് തിരിച്ചടിയാവില്ല. പക്ഷേ ചിന്ത അല്ലാതെ പ്രവർത്തിക്കുന്ന പലതും ചിന്തയ്ക്ക് വലിയ തിരിച്ചടികളാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പല സീറ്റുകളിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക്. അതായത് UDF-ൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊല്ലം സീറ്റിന് വേണ്ടിയിട്ട് RSP പിടിമുറുക്കുമ്പോൾ RSP ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ RSPക്ക് നൽകാമെന്ന് പറയപ്പെടുന്ന ചില സീറ്റുകളുണ്ട്. ഇപ്പോൾ മട്ടന്നൂരിലാവട്ടെ, കണ്ണൂരിലും, ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം, ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആ സീറ്റുകളൊന്നും ആവശ്യമല്ല എന്നുള്ള തരത്തിലേക്കും ആ സീറ്റുകൾ അംഗീകരിക്കുവാൻ, ആ സീറ്റുകൾ ജയസാധ്യത ഇല്ലാത്തതാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ സീറ്റുകളിലേക്ക് മത്സരിക്കുവാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകൾക്ക് പകരം പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവർക്ക് സീറ്റുകൾ നൽകണമെന്നുള്ളതാണ് RSPയുടെ ആവശ്യം. അപ്പോൾ ഇതിനകത്ത് UDF-നകത്തും ഉണ്ടാകുന്നതും LDF-നകത്തുണ്ടാകാൻ പോകുന്നു ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങളാണ്. ഏറെക്കാലം RSP കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ കൊല്ലം സീറ്റ് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് കൊല്ലത്ത് മത്സരിച്ചത് പോലും. മുകേഷിനോടൊപ്പം മത്സരിച്ച പലപ്പോഴും കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണയെ 3034 വോട്ടുകൾക്ക് ആണ് ശ്രീ മുകേഷ് പരാജയപ്പെടുത്തിയതെന്നാണ്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായുള്ള മുകേഷ് അന്ന് പരാജയപ്പെടുത്തിയത്. എന്നാൽ 2016-ൽ ഇതേ മുകേഷ് മത്സരിച്ചപ്പോൾ 17,611 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു മുകേഷ് ഇവിടെ നിന്നും, കൊല്ലത്ത് നിന്നും വിജയിച്ചു വന്നിരുന്നെങ്കിൽ കൂടിയും അത് ഭൂരിപക്ഷത്തെ 3034 കുറയ്ക്കുവാൻ ഈ 2022-ലുള്ള തെരഞ്ഞെടുപ്പ്, ഈ 2021-ലെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ 2021-ൽ 3034 മാറുമ്പോഴത്തേനും എത്രത്തോളം ജനസ്വാധീനം നഷ്ടപ്പെട്ടു മുകേഷിന് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ചിന്താ ജെറോമിനെ കൊണ്ടുവരുന്നതിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മവിശ്വാസം CPM-നകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് UDF-ന് ജയിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് മുന്നണിയുടെ വിലയിരുത്തലെങ്കിൽ കൂടിയും. പക്ഷേ LDF ഇവിടെ ഒന്ന് മത്സരിക്കാൻ, ഭൂരിപക്ഷം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കൊല്ലത്ത് ചിലപ്പോൾ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിലേക്കും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിന്താ ജെറോമിനെ പരീക്ഷിക്കുവാൻ അവർ ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല RSPയുടെ ഒരു എതിർപ്പുകളെ, വിയോജിപ്പുകളെ എങ്ങനെ മറികടക്കും എന്നുള്ളത് UDF-ലെ വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ചവറ, കുന്നത്തൂർ, ഇരവിപുരം, മാത്രമല്ല ആറ്റിങ്ങൽ, മട്ടന്നൂർ, ഈ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ RSP മത്സരിച്ചിരുന്നത്. എന്നാൽ ഒരിടത്തും അന്ന് അവർക്ക് ജയിക്കാനായില്ല എന്നുള്ളതാണ്. അവിടെ മട്ടന്നൂർ മണ്ഡലം എന്ന് പറയപ്പെടുന്ന തങ്ങൾക്ക് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു മേഖലയും മണ്ഡലവുമാണെന്ന് RSP കോൺഗ്രസിനെ വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. കാരണം അവർക്കവിടെ വിജയിക്കാൻ കഴിയാത്ത മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ RSPക്ക് അത്രത്തോളം സ്വാധീനമുള്ള ഒരു മേഖലയല്ല മട്ടന്നൂർ എന്ന് പറയുന്നത്. അത് ഒരു CPM കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ CPM-ന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്.
അതുപോലെ തന്നെയാണ് ആറ്റിങ്ങലിലും CPM-ൻ്റെ ഒരു മേഖലയാണ്. അവിടെ അത് ആവശ്യമില്ല എന്നിപ്പോൾ RSP പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇതിന് പകരമായിട്ടാണ് അവർ കൊല്ലം ചോദിക്കുന്നത്. കൊല്ലം തിരികെ വേണമെന്നുള്ള അവരുടെ ഇപ്പോഴത്തെ ആവശ്യം അതാണ്. അതുകൊണ്ടാണ് 1970 മുതൽ 1987 വരെ തിരഞ്ഞെടുപ്പുകളിൽ ഈ കൊല്ലത്ത് നിന്ന് മത്സരിച്ചിരുന്ന RSP ആയിരുന്നു. പലപ്പോഴും അവർ ഇവിടെ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു ഇത്. എന്നാൽ 1991 RSP വിട്ട് അന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ കടവൂർ ശിവദാസൻ ഇവിടെ വിജയിച്ച് കയറുകയുണ്ടായി. അത് 96-ലും ഒപ്പം തന്നെ 2001-ലും ഒക്കെ പാർട്ടിക്ക് വിജയം ആവർത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കൂടിയും പാർട്ടിയിലുണ്ടായ ചില ഭിന്നതകൾ കാരണം സീറ്റ് പിന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 2006-ൽ പാർട്ടിയുടെ ഒരു ഭാഗം ഇടതുപക്ഷത്ത് ചേർന്നു. RSPയുടെ ഒരു ഭാഗം ഇടതുപക്ഷത്ത് ചേരുന്നു. CPM-ലെ PK ഗുരുദാസൻ അന്ന് ഇവിടെ മത്സരിക്കുന്നു. അദ്ദേഹം കൊല്ലത്ത് നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്ന് ബാബു ദിവാകരനായിരുന്നു എതിരാളിയായിട്ടുണ്ടായിരുന്നത്. 2011-ൽ RSP B ബോൾഷെവിക് വിവാഹം ഉണ്ടാകുന്നു. ആ ബോൾഷെവിക് വിവാഹം RSP B എന്ന് പറയപ്പെടുന്ന ബാബു ദിവാകരൻ്റെ പക്ഷം, അന്ന് ബാബു ദിവാകരൻ പക്ഷം എന്ന് പറയപ്പെടുന്നത് UDF-നൊപ്പം ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം പക്ഷേ അന്ന് കൊല്ലം സീറ്റിൽ മത്സരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് ബാബു ദിവാകരന് സീറ്റ് കൊടുത്തൊന്നുമില്ല. അദ്ദേഹം ഇരവിപുരത്തും കണ്ടായിരുന്നു അന്ന് മത്സരിച്ചത്. അതിനുശേഷം തുടർന്നുള്ള 2 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സാണ് കൊല്ലത്ത് നിന്ന് മത്സരം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവസാന 2 തിരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ കോട്ടയായിട്ട് അറിയപ്പെടുന്ന ചവറ മണ്ഡലത്തിൽ പോലും ഈ RSPക്ക് ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊല്ലം, ചവറ, ഇരവിപുരം മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് നല്ല ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ RSP നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിയുന്നതാണ്. കൊല്ലമാണ് RSPയുടെ മേഖല എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സീറ്റുകളിൽ ധാരാളം സീറ്റുകൾ അവർക്ക് ലഭിക്കുക എന്നതാണ് അവരതിലൂടെ അർത്ഥമാക്കുക. അതേസമയം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയ മുകേഷിനെ 2 ടേം വ്യവസ്ഥയുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് CPM പറയുന്നതെങ്കിൽ കൂടിയും ജനങ്ങൾക്ക് വേണ്ടാത്ത നേതാവിനാണ് മത്സരിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്നത്. കാരണം ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ CPM ജില്ലാ നേതൃത്വം മുകേഷിന് ഈ പാർട്ടി പരിപാടികളിൽ അടക്കം പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു MLA-ക്ക് വിലക്ക് ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ അദ്ദേഹത്തിനെ മത്സരിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് ബാലികേറ മലയാണ്. അത്തരത്തിൽ ചെയ്തിട്ട് കാര്യവുമില്ല. അപ്പോൾ നമുക്കറിയാം അന്ന് കൊല്ലത്ത് നടന്ന CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ദിവസം അന്ന് മുകേഷിന് എത്താൻ പറ്റിയിട്ടില്ല. അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവരുന്നിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം കുറ്റപത്രം സമർപ്പിച്ച ശേഷം മുകേഷ് കാര്യമായിട്ട് ഒരു പരിപാടികളിലും, അതായത് ഈ പൊതുപരിപാടികളിലൊന്നും ഇപ്പോൾ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ CPM ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാണ് വിജയിച്ചതെങ്കിൽ കൂടിയും മുകേഷിന് ഇതുവരെയും പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല. കാരണമെന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഒരു മുഴുനീള പ്രവർത്തകനായി തീരാൻ മുകേഷിന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല പാർട്ടി പറയുന്ന അനുശാസിക്കുന്ന ആശയങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആ വഴികളിലൂടെയോ നടന്നു പോകാൻ മുകേഷിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെ 10 വർഷമായിട്ടും അംഗത്വം നൽകാൻ കഴിയാതായി പോകുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ തള്ളിക്കളയുക എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്നറിയപ്പെടുന്നത്. കാരണം പാർട്ടിക്ക് ഇങ്ങനെ ഒരു വീഴ്ചകളൊന്നും ചുമക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് മുകേഷിനെ മാറ്റി പകരമായിട്ടൊരു നേതാവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് മുകേഷ് ചിലപ്പോൾ തയ്യാറായേക്കാം, പക്ഷേ എന്തായാലും സീറ്റ് ലഭിക്കില്ല. അവിടെ ചിന്താ ജെറോമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ചിന്താ ജെറോം തന്നെയായിരിക്കും. ഇവിടെ UDF-നകത്താണെങ്കിൽ ഇതേപോലെ RSPയുടെ അവകാശവാദം ശക്തമാകുന്നതിനിടെ ഈ ഒരിക്കലും ബിന്ദുകൃഷ്ണനെ പോലുള്ള നേതാവ് ഇതുവരെ നിയമസഭയിലേക്ക് എത്താൻ കഴിയാത്ത നേതാവിന് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ടൈമിലും അവർ മത്സരിച്ചത് 3034 വോട്ടുകൾ മാത്രമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടുതലുള്ള നേതാവ് എന്നുള്ള നിലയിൽ അവരെ വേണമെങ്കിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാവുന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെ ഇപ്പോൾ. കാരണം അവരെ മത്സരിപ്പിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ കൊല്ലത്ത് പലപ്പോഴും മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം വിജയസാധ്യത കുറവെന്ന് എഴുതിത്തള്ളിയ കുണ്ടറ കൊല്ലത്തെ മത്സര സീറ്റാണ്. ആ കുണ്ടറയിൽ കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണുനാഥിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞു. അതേസമയം കേരള സർവകലാശാലയിലെ ഗവേഷണ പ്രബന്ധത്തിലെ വാഴക്കുല വിവാദമടക്കം ചിന്തയ്ക്കെതിരായിട്ടുള്ള വിവാദങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ആ വിവാദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ചിന്താ ജെറോമിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് LDF-ൽ കൊല്ലത്ത് മുകേഷിന് പകരം എത്താൻ പോകുന്നത് ചിന്താ ജെറോം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ UDF-നകത്ത് കോൺഗ്രസിൻ്റെ സീറ്റ് മാറ്റി പകരം തങ്ങളുടെ സീറ്റ് തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ഇപ്പോൾ നൽകിയിട്ടുണ്ട് RSP. അതുകൊണ്ട് തന്നെ RSPയുടെ ഏതെങ്കിലും നേതാവായിരിക്കും കൊല്ലത്ത് ചിന്താ ജെറോമിന് എഗെയിൻസ്റ്റായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ മുകേഷിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ മുകേഷിൻ്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അവസാനിക്കുന്നു. ഇനി മുകേഷ് എന്ന് പറയപ്പെടുന്നത് CPM-ൽ അംഗം പോലും അല്ലാത്തത് കൊണ്ട് തന്നെ സിനിമാ നടനായി തുടരുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഉള്ളത്. കാരണം
ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുകേഷിന് ഒരിക്കലും കൊല്ലത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കുവാനോ ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു പോകുവാനോ ജനങ്ങളോടൊപ്പം ഇടപഴകുവാനോ ഒന്നും കഴിയാത്തൊരു നേതാവായിരുന്നു. ഒരു നേതാവ് എന്ന് പറയാൻ കഴിയില്ല, ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അതിനപ്പുറം ഒന്നും മുകേഷിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു സഖാവിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള തൊഴിലാളികൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊന്നും നൽകുവാൻ ഈ മുകേഷ് എന്ന് പറയപ്പെടുന്ന ഒരു നേതാവിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ നേതാവായി അംഗീകരിക്കുവാൻ കൊല്ലത്തെ ജനത തയ്യാറല്ല എന്നുള്ളത് അവർ രണ്ടാം വട്ടത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മനസ്സിലാക്കിയിരിക്കുന്നു. ലൈംഗിക പീഡന കേസിൽ ഈ പറഞ്ഞതുപോലെ കുറ്റാരോപിതനായ കുറ്റപത്രം വന്നതിന് ശേഷവും അതിന് തന്നെ ആ പാർട്ടിയിൽ തന്നെ അല്ലെങ്കിൽ ആ MLA സ്ഥാനം രാജിവെക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന മുകേഷിനോട് ഒരു തരത്തിലും ജനങ്ങൾക്കൊരു ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, പാർട്ടിക്ക് വരെ അവമതിപ്പുണ്ടാക്കിയ ഒരു നേതാവായിട്ട് മാത്രമേ ശ്രീ മുകേഷിനെ അവിടുത്തെ ജനങ്ങളും പാർട്ടിയും കാണുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും പലവട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒക്കെ വന്ന സമയത്തൊക്കെ അവർ പാർട്ടിയിൽ നിന്ന് അടക്കം സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ പോലും, കുറ്റപത്രം വന്നിട്ട് പോലും മുകേഷിനെതിരെ CPM നടപടിയെടുക്കാത്തത് വലിയ ചോദ്യമായിട്ടും വിവാദമായിട്ടും നിലനിൽക്കുന്ന സാഹചര്യവും കൊല്ലത്തുണ്ട്. അവിടെയാണ് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനോ പാർട്ടിയുമായിട്ട് യോജിച്ചു പോകാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് മുകേഷ് എത്തിച്ചേരുന്നത്. മുകേഷ് എന്നുള്ള സിനിമാ നടൻ എന്നുള്ള നിലയിൽ മാത്രം, ആ ലേബലിൽ മാത്രം മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. പാർട്ടിയോട് കൂറോ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളോടും ജനങ്ങളോടും ഒരു തരത്തിലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തൊരു വ്യക്തിയുമായിരുന്നു മുകേഷ് എന്നുള്ളത് കൊണ്ട് തന്നെ മുകേഷിനെ മാറ്റുക എന്നുള്ളത് LDFൻ്റെ അജണ്ടയാണ്. മാത്രമല്ല, ഈ CPI പലവട്ടം ഈ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക പീഡന ആരോപണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ് മുകേഷ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ആരും കൊടുത്തിട്ടില്ല. 3 പേർ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതികളുമായിട്ട് അല്ലെങ്കിൽ ആക്ഷേപങ്ങളുമായിട്ട് വന്നെങ്കിലും ഒരു പരാതിയും പോലീസിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത ആൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പാർട്ടി അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതേസമയം ഇവിടെ കുറ്റപത്രത്തിലുള്ള ലൈംഗിക പീഡനം നടത്തി എന്നുള്ള കുറ്റപത്രം വന്നിട്ടുള്ള മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന CPMൻ്റെ രീതികളോട് പക്ഷേ CPIക്കും വിയോജിപ്പാണ്. ആ വിയോജിപ്പ് മുതലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ RSP അവിടെ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുക. ഒപ്പം തന്നെ ചിന്താ ജെറോമിനെ ഇറക്കി മുകേഷിന് പകരം സ്ഥാനാർത്ഥി ആക്കി വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ കൊല്ലത്ത് CPM. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.